വളരെയധികം സന്തോഷമുണ്ട്, ഹാപ്പിയാണ്. ഇതിൻ്റെ ഇൻറ്റേർണൽ ഡിവിഷൻസ് നമുക്ക് മൂവ് ചെയ്യാവുന്ന രീതിയിലാണ് ഈ ചാനൽ കൂടി നമുക്ക് മൂവ് ചെയ്ത് നമ്മുടെ ഇഷ്ടാനുസരണം നമുക്കത് മാറ്റിയിടാവുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളോടൊപ്പം മജീഷ് അങ്കമ്പട്ടി ഫോർ ഇൻട്രഡക്ടർ ഇൻറ്റീരിയേഴ്സ്. ഇന്ന് നമ്മളുള്ളത് കോട്ടയത്ത് പുതുപ്പള്ളിയിലാണ്. അഖില മേഡത്തിൻ്റെ വീട്ടിലാണ്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള മറ്റൊരു വർക്ക് നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ വീട്ടിൽ നമ്മൾ ഫെറോസിമെൻറ്റ് വെച്ച് കബോർഡുകളുടെ സ്ട്രക്ചർ പണിതതിന് ശേഷം, അതായത് കിച്ചന്, വർക്ക് ഏരിയ, വാഷ് യൂണിറ്റ്, ബെഡ്റൂം, വാർഡ്രോബ്സ് ഇവയെല്ലാം ചെയ്തതിന് ശേഷം ബെഡ്റൂമിലേക്ക് പ്രീലാമിനേറ്റഡ് MDF വെച്ചാണ് ഡോർ ചെയ്തിരിക്കുന്നത്. കൂടാതെ കിച്ചണിലേക്ക് 710 ഗ്രേഡ് മറൈൻ പ്ലൈവുഡിൽ മൈക്ക ലാമിനേറ്റ്സ് ഉപയോഗിച്ചാണ് ഡോർ ചെയ്തിരിക്കുന്നത്. ഇതുകൂടാതെ നമ്മളിവിടെ ലിവിങ് ഏരിയയിൽ ഒരു മനോഹരമായിട്ടുള്ളൊരു ആർക്കിട്രേവ് ക്രമീകരിച്ചിട്ടുണ്ട്. കൂടാതെ ഒരു TV യൂണിറ്റ്, പൂജ യൂണിറ്റ് ഇവയെല്ലാം 710 ഗ്രേഡ് മറൈൻ പ്ലൈവുഡിൽ മൈക്ക ലാമിനേറ്റ്സ് ഉപയോഗിച്ചാണ് ചെയ്തെടുത്തിരിക്കുന്നത്. ഈ വീടിൻ്റെ ഓണർ കൂടി അഖില മേഡം നമ്മളോടൊപ്പം ഉണ്ട്. നമ്മുടെ വർക്കിനെ കുറിച്ചുള്ള ഒരു റിവ്യൂ ചോദിക്കാം. മേഡം, നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ടൊരു റിവ്യൂ പറയാം ഞങ്ങളുടെ വർക്കിനെ കുറിച്ച്. എനിക്ക് പറയാനുള്ളത് നല്ല വർക്കാണ്. ആദ്യം തന്നെ സാറിനൊരു താങ്ക്സ് പറയുന്നു. പിന്നെ പറയാനുള്ളത് വർക്കിനെ കുറിച്ച് നമ്മുടെ മനസ്സിന് ഇണങ്ങുന്ന രീതിയിൽ ആണ് വർക്ക് ചെയ്ത് തന്നേക്കുന്നത്. വർക്കേഴ്സ് ആണെങ്കിലും സ്റ്റാഫ് എല്ലാവരും നമ്മൾ 3D തൊട്ട് ചെയ്തു തുടങ്ങിയിരുന്നു. 3D ചെയ്തിട്ടാണ് നമ്മൾ വർക്കിലേക്ക് കടന്നത്. സോ 3Dയിൽ തന്നെ നമ്മളിപ്പോൾ വീടിനകത്ത് എന്തൊക്കെയാണോ കണ്ടത് അതേപോലെയായിരുന്നു 3Dയിൽ. സോ വളരെയധികം സാറ്റിസ്ഫൈഡ് ആണ് വർക്കിലും, അതുപോലെ സ്റ്റാഫും സാറിൻ്റെ എല്ലാ കാര്യങ്ങളിലും വളരെയധികം സന്തോഷമുണ്ട്, ഹാപ്പിയാണ്. ഇത്ര നല്ലൊരു റിവ്യൂ പറഞ്ഞാൽ മാഡത്തിന് വളരെ നല്ലൊരു നന്ദി. എന്തായാലും കസ്റ്റമർ ഫുൾ സാറ്റിസ്ഫൈഡ് ആണ്. നിങ്ങൾ വർക്കൊന്ന് കണ്ടു നോക്കുക. C ഷേപ്പിലുള്ള വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു ചെറിയ കിച്ചണാണ് ഇവിടെ നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത്. മാക്സിമം സ്റ്റോറേജിനകത്ത് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. C ഷേപ്പിലുള്ള ഒരു ലോഫ്റ്റ് ഏരിയ നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട്. കൂടാതെ ഒരു മിനി ടോൾ യൂണിറ്റ് ക്രമീകരിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഇൻറ്റേർണൽ ഡിവിഷൻസ് നമുക്ക് മൂവ് ചെയ്യാവുന്ന രീതിയിലാണ് ഈ ചാനൽ കൂടി നമുക്ക് മൂവ് ചെയ്ത് നമ്മുടെ ഇഷ്ടാനുസരണം നമുക്കത് മാറ്റിയിടാവുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സോഫ്റ്റ് ക്ലോസ് ആണ്. ഇതുകൂടാതെ പലരും ചോദിച്ചൊരു കാര്യമാണ്, ഫെറോസിമെൻറ്റിൽ വിക്കർ ബാസ്ക്കറ്റ് ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും പറ്റും. ഇവിടെ ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ ഇടുന്നതിന് വേണ്ടി വിക്കർ ബാസ്ക്കറ്റ് ക്രമീകരിച്ചിട്ടുണ്ട്. കൂടാതെ സിങ്കിൻ്റെ മുകളിലായിട്ട് തന്നെ ഒരു ഗ്ലാസ് റാക്കും പ്ലേറ്റ് റാക്കും ക്രമീകരിച്ചിരിക്കുന്നു. വലിയൊരു GTPT ആണ് ഇവിടെ നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത്. സോഫ്റ്റ് ക്ലോസ് ആണ്. ഇതുകൂടാതെ കസ്റ്റമറുടെ ആവശ്യപ്രകാരം ഒരു ഓപ്പൺ ഷെൽഫ് നമ്മൾ എല്ലാ സ്ഥലത്തും തന്നെ ഓരോ ഓപ്പൺ ഷെൽഫ് ക്രമീകരിച്ചിട്ടുണ്ട്. അതിനകത്ത് ലൈവ് മണി പ്ലാന്റ് ഒക്കെ വെച്ച് വളരെ നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. 60 സെൻറ്റിമീറ്റർ ഒരു ഇലക്ട്രിക് ചിമ്മിനിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 3 ബർണറിൻ്റെ ഒരു ഹോബും. പലപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ് മെയിൻ കിച്ചനകത്ത് സ്ലാവ് വാർക്കരുതെന്ന്. ഇവിടെ നമ്മളിപ്പോൾ ഉണ്ട്, സ്ലാവ് വാർത്തതിന് ശേഷം അതിൻ്റെ അടിയിലേക്കാണ് ഈ ആക്സറീസ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഒരു പരിമിതി മൂലം 2 ലെയറിൻ്റെ ഒരു ബോട്ടിൽ പ്ലോട്ടാണ് നമ്മളിവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. കൂടാതെ ഒരു കട്ട്ലറി, പെർഫറേറ്റർ കട്ട്ലറിയാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. സോഫ്റ്റ് ക്ലോസ് ആണ്. കട്ട്ലറി, കപ്പ് ആൻഡ് സോസർ, പ്ലെയിന് 3 ബാസ്ക്കറ്റ് നമ്മളിവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ വർക്ക് ഏരിയയിൽ ഒരു സിങ്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടൊരു പ്രൊവിഷനും കൂടാതെ ലോഫ്റ്റ് ഏരിയ കൂടി നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട്. നാല് ഡോറുള്ള ഒരു ബെഡ്റൂം വാർഡ്രോബാണ് നമ്മളിവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. നമുക്കിവിടെ നോക്കുമ്പോൾ മനസ്സിലാവും വലിയൊരു ഹാങ്ങിങ് ഏരിയ ക്രമീകരിച്ചിട്ടുണ്ട്. ഫെറോസിമെൻ്റാണ് സ്ട്രക്ചർ. കൂടാതെ ഗ്രേ കളറാണ് നമ്മളിതിൻ്റെ ഡോറിന് വേണ്ടിയിട്ട് ചൂസ് ചെയ്തിരിക്കുന്ന കളർ. പ്രീ ലാമിനേറ്റഡ് MDF ആണ് നമ്മളിതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. ഇതുകൂടാതെ സ്റ്റോറേജ് കൂടുതൽ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു ലോഫ്റ്റ് ഏരിയ കൂടി ക്രമീകരിച്ചിട്ടുണ്ട്.
ഇവിടെ ഒരു ബേ വിൻഡോയോട് കൂടിയ സിറ്റിംഗ് ഏരിയ നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത്. അതിൽ നമ്മൾ കുഷൻ ഇട്ടിട്ടുണ്ട്. ഓപ്പൺ ഷെൽഫ് കൂടി നമ്മൾ ഫെറോസിമെൻറ്റിൽ ഇതിൽ കൊടുത്തിരിക്കുന്നു. ഇതുകൂടാതെ ഈ മുറിയിൽ നമ്മളൊരു ഡ്രസ്സിംഗ് ഏരിയ കൂടി ക്രമീകരിച്ചിട്ടുണ്ട്. ഗ്രൗണ്ട് ഫ്ലോറിൽ കണ്ട സെയിം ഡിറ്റോയാണ് നമ്മൾ ഫസ്റ്റ് ഫ്ലോറിൽ വാർഡ്രോബ് ചെയ്തെടുത്തിരിക്കുന്നത്. ലോഫ്റ്റ് ഏരിയ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ഫെറോസിമെൻ്റാണെന്നുള്ളത്. വളരെ ഭംഗിയായിട്ട് തന്നെ ക്ലോത്ത് മടക്കി വെച്ചിട്ടുണ്ട്. ഇതുകൂടാതെ ഒരു ബേ വിൻഡോ ക്രമീകരിച്ചിരിക്കുന്നു. ഇതിനകത്തും നമ്മളൊരു ഡ്രസ്സിംഗ് ഏരിയ ക്രമീകരിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഫ്ലോറിലെ കിഡ്സ് ബെഡ്റൂമാണിത്. ഇവിടെ നമ്മൾ 2 കുട്ടികൾക്ക് ഇരുന്ന് പഠിക്കാവുന്ന രീതിയിൽ ഒരു റൈറ്റിംഗ് ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. സെൻട്രലായിട്ട് നമ്മൾ സ്റ്റോറേജ് കൊടുത്തിരിക്കുന്നു. കൂടാതെ ബുക്സ് വയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കബോർഡും കൂടാതെ ഒരു ഓപ്പൺ ഷെൽഫും ക്രമീകരിച്ചിട്ടുണ്ട്. ഫെറോസിമെൻ്റാണ് സ്ട്രക്ചർ. പ്രീലാമിനേറ്റഡ് MDF വെച്ചാണ് നമ്മൾ ഡോർ ചെയ്തെടുത്തിരിക്കുന്നത്. വർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഇത്തരം ഇൻറ്റീരിയർ വർക്കുകൾ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇൻ്റർഡെക്കർ ഇൻറ്റീരിയേഴ്സ് എന്ന് പറയുന്ന ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യുക. പുതിയ വീഡിയോകളുടെ അപ്ഡേഷന് വേണ്ടി നോട്ടിഫിക്കേഷൻ എനേബിൾ കൂടി ചെയ്യുക. ഫേസ്ബുക്കിലാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുമല്ലോ. കൂടാതെ കേരളത്തിൽ മാത്രമായിരുന്ന സർവീസ് ഇപ്പോൾ നമ്മൾ തമിഴ്നാട് കൂടി എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ നിങ്ങളോടൊപ്പം മജീഷ് അങ്കമ്പട്ടി ഫോർ ഇൻ്റർഡെക്കർ ഇൻറ്റീരിയേഴ്സ്. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.